പെട്ടെന്ന് ചാടിക്കേറി അവരുടെ പ്രശ്നമാണ് പറയുന്നത്. പ്രശ്നം പറഞ്ഞാൽ ആരാണ്, എന്താണ്, എവിടെ നിന്നാണ് എന്നൊന്നും പറയില്ല. ശാരീ രീതിയിൽ കൺസ്ട്രക്ഷൻ അനുവദനീയമല്ല. അതായത് മതിലിന് ചേർത്ത്, കോമ്പൗണ്ട് വാളിന് ചേർത്ത് ഒരു തരത്തിലുള്ള കൺസ്ട്രക്ഷൻ, ഔട്ട്സൈഡ് ടോയ്ലറ്റുകൾ, ഔട്ട്സൈഡ് കിച്ചൺ, ഔട്ട്സൈഡ് വർക്ക് ഏരിയ ഒക്കെ ചിലത് ചെയ്യാൻ, അടുപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാറുണ്ട്. മതിലിനോട് ചേർത്ത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് സിറ്റിയിൽ ഇത് ചെയ്ത് കാണുന്നുണ്ട്. ഇത് വാസ്തുപരമായിട്ട് നല്ലൊരു കണ്ടീഷൻ അല്ല. നമ്മളെല്ലാം എന്താണ് ദോഷമെന്ന് അന്വേഷിക്കാതെ ഈ ഒരു തത്വം അവിടെ ഉണ്ട്. ഈ തത്വപ്രകാരം ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിന് എന്താണ് ദോഷം എന്ന് കൃത്യമായിട്ട് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരോട് ഞാൻ പറഞ്ഞോട്ടെ, ആ ദോഷം അറിഞ്ഞാലേ ഞാൻ അത് ചെയ്യാതിരിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്തില്ലെങ്കിൽ ഇന്ന ദോഷം വരുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വരണമെന്ന് ഉറപ്പൊന്നുമില്ല. കാര്യം അത് വരാനുള്ള പോസിബിലിറ്റി കുറേ പേരിൽ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അത് നമ്മൾ പറയുന്നത്. നമ്മൾ പല സ്ഥലത്തും കണ്ടത് കൊണ്ടും അത് ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അത്തരത്തിലൊരു പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിസൾട്ടിന്റെ സാധ്യതയുണ്ട്. അതാണ് വാസ്തു പലപ്പോഴും പറഞ്ഞു വെക്കുന്ന, ഞാൻ നിർമ്മാണം നടത്തിയാൽ എന്താണ് കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരാണ്. സൺഷെയ്ഡ് പുറത്തോട്ട് തള്ളിവിടാതിരുന്നാൽ പോരെ, വെള്ളം അപ്പുറത്തെ വീട്ടിലേക്ക് വീഴാതിരുന്നാൽ പോരെ, ഇപ്പുറത്ത് പൈപ്പ് ഇട്ട് എടുത്താൽ പോരെ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഇവിടെ ഉണ്ട്. ഞാനത് ഈ 25-26 വർഷമായി കൺസ്ട്രക്ഷനിൽ നിൽക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഇത്തരം പ്രാക്ടിക്കൽ കേസുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നെ പലരും ഈ വാസ്തു സംശയം ചോദിച്ച് വിളിക്കാറുണ്ട്. ഈ വിളിക്കുന്ന ആളുകൾ പെട്ടെന്ന് ചാടിക്കേറി അവരുടെ പ്രശ്നമാണ് പറയുന്നത്. പ്രശ്നം പറഞ്ഞാൽ ആരാണ്, എന്താണ്, എവിടെ നിന്നാണ് എന്നൊന്നും പറയില്ല. സ്ട്രെയിറ്റ് അവേ അവരുടെ പ്രോബ്ലത്തിലേക്ക് അങ്ങ് പോകും. അപ്പം ഞാനിത് പല കാര്യങ്ങളും എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലും അറിയാതെയാണല്ലോ അവർ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു കൺസൾട്ടിങ് വിളിക്കുന്ന സമയമായിരിക്കാം, ചിലപ്പോൾ ഒരു ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം, ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും പേഴ്സണൽ ആവശ്യവുമായിരിക്കുന്ന സമയമായിരിക്കാം, ചിലപ്പോൾ എൻ്റെ ഫാമിലിയോട് ഇരിക്കുന്ന സമയമായിരിക്കാം. പല സമയത്തായിരിക്കും ഇവർ വിളിക്കുന്നത്. വിളിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, വാസ്തു സംശയങ്ങൾ ചോദിക്കുന്ന സമയം എന്ന് പറയുന്നത് കഴിയുന്നത് നിങ്ങൾ രാത്രി സമയങ്ങളിലൊന്നും വിളിച്ച് സംശയങ്ങൾ ചോദിക്കരുത്. അത് ഒന്നാമത്തെ കാര്യം. രാത്രിയൊന്നും വാസ്തുവിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമല്ല. ഈ സന്ധ്യയ്ക്ക് ശേഷം നമ്മൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ഈ വെളിയിൽ നിന്നൊക്കെ വിളിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടൈം സോൺ ഡിഫറൻ്റ് ആയതുകൊണ്ട് അവരറിയാതെയൊക്കെ വിളിക്കുന്നതായിരിക്കാം. പക്ഷെ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിരിക്കുന്ന ടൈം സോൺ വേണം നിങ്ങൾ മാനിക്കാൻ, എങ്കിലേ എനിക്ക് അത് പറയാനും അതിനകത്ത് കാര്യങ്ങൾ കൂടുതൽ വ്യാഖ്യാനിക്കാനൊക്കെ പറ്റുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾക്ക് ഞാൻ പിന്നെ വിളിക്കും, രാവിലെ വിളിക്കും എന്നൊക്കെ പറയേണ്ട അവസ്ഥ ചിലപ്പോൾ വരാറുണ്ട്. ഇനി ഇത്തരം സംശയങ്ങൾ ചോദിച്ച് വിളിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അവരാദ്യം ഞാൻ എവിടെ നിന്നാണ്, എൻ്റെ പേര് ഇതാണെന്നെങ്കിലും മിനിമം പറയാനുള്ള ഒരു സൗജന്യം കാണിക്കണം. കാരണം അത്തരത്തിൽ എനിക്കൊരു കാര്യത്തിന് ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർക്ക് പ്രോബ്ലത്തിൽ ഇനി ചിലപ്പോൾ ചില കോളുകൾ പെട്ടെന്ന് കൺസൾട്ടിങ്ങിലേക്കും ഡിസൈനിലേക്കൊക്കെ പോകുന്ന ഒരു ട്രാക്കുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് ഇത് ആരാണ് എന്നെ വിളിച്ചത്, എന്താണ് വിളിച്ചത്, എന്താണ് ചോദിച്ചത്, ഞാനിത് ഡയറി ഒക്കെ എഴുതി മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം കൂടെയാണ്. പക്ഷേ സ്റ്റിൽ നമ്മൾ കഴിയുന്നതും നമ്മളെ വിളിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന സമയത്ത് അത് ആരാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, എന്നാണ് വിളിച്ചതെന്നൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അത് പറയാതെ ഒരു പ്രശ്നം മാത്രം പറഞ്ഞിട്ടങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് ആ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ ഇത് ചില ഞാനത് ആരുടെ ആണെന്നോ അല്ലെങ്കിൽ എന്താണെന്നൊന്നും പറയുന്നില്ല, ഒരുപാട് ആളുകളിൽ ഞാനത് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായി സന്ധ്യാസമയത്തിന് മുമ്പ് വിളിക്കാൻ നോക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, വിളിക്കുന്ന സമയത്ത് ആരാണ്, എന്താണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എനിക്ക് ഉപകാരമായിരുന്നു എന്നുകൂടെ മനസ്സിലാക്കുക. ഹായ്, നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിശാചി വീതി എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ്. പിശാചി വീതി ഇതിന് മുമ്പും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു വാസ്തുമണ്ഡലത്തിൽ കോമ്പൗണ്ട് വാളിനോട് ചേർത്ത് അല്ലെങ്കിൽ മണ്ഡലത്തിന്റെ അറ്റത്ത് വരുന്ന ആ ഭാഗത്തിന് നമുക്ക് വേണമെങ്കിൽ ഒരു 1 അടിയെന്നോ 2 അടിയെന്നോ ഒക്കെ നമുക്ക് ആ ഏരിയ എത്രമാത്രം ഉണ്ട് എന്നതിനെ ആശ്രയിച്ചിട്ട് വേണം അത് ഡിഫൈൻ ചെയ്യാൻ. ആ മണ്ഡലത്തിന് നമ്മൾ എടുക്കുന്ന മണ്ഡലത്തിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് ആ ഗ്രിഡിങ് വരുന്നത്. അപ്പം ഈ പിശാചി വീതി എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നിങ്ങൾക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കോമ്പൗണ്ട് വാളുമായിട്ട് ചേർന്ന് വരുന്ന ഭാഗം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു വീട്ടിന്റെ മതിലിനോട് ചേർന്ന് വരുന്ന ഭാഗത്തിനെ നമ്മൾ പിശാചി വീതി എന്ന് പറയും. പിശാചി വീതിയിൽ
കൺസ്ട്രക്ഷൻ അനുവദനീയമല്ല. അതായത് മതിലിന് ചേർത്ത്, കോമ്പൗണ്ട് വാളിന് ചേർത്ത് ഒരു തരത്തിലുള്ള കൺസ്ട്രക്ഷൻ, ഔട്ട്സൈഡ് ടോയ്ലറ്റുകൾ, ഔട്ട്സൈഡ് കിച്ചൺ, ഔട്ട്സൈഡ് വർക്ക് ഏരിയ ഒക്കെ ചിലത് ചെയ്യാൻ, അടുപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാറുണ്ട്. മതിലിനോട് ചേർത്ത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് സിറ്റിയിൽ ഇത് ചെയ്ത് കാണുന്നുണ്ട്. ഇത് വാസ്തുപരമായിട്ട് നല്ലൊരു കണ്ടീഷൻ അല്ല എന്ന് മനസ്സിലാക്കി. ഇനി ചെയ്താൽ എന്ത് ദോഷം എന്ന് ചോദിക്കുന്നവരോട് ഒരു കാര്യം പറയാം. നിങ്ങളെല്ലാം എന്താണ് ദോഷം എന്ന് അന്വേഷിക്കാതെ ഈ ഒരു തത്വം അവിടെ ഉണ്ട്, ഈ തത്വപ്രകാരം ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിന് എന്താണ് ദോഷം എന്ന് കൃത്യമായിട്ട് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരോട് ഞാൻ പറഞ്ഞോട്ടെ, ഗുണകരമായി ഉള്ള കാര്യങ്ങൾ അല്ലാത്തതിനെ നമ്മൾ ദോഷമാണെന്ന് കണക്കാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഗുണം കുറവാകുന്ന കാര്യങ്ങൾ കഴിയുന്നത് ചെയ്യാതിരിക്കുക. അത്രയാണ് ഞാൻ ആ ഒരു പ്രിൻസിപ്പിളാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഗുണം ഒരു കാര്യത്തിന് കുറവാണെങ്കിൽ എന്തിനാണ് നമ്മൾ ആ കാര്യം ചെയ്യാൻ ഇരിക്കുന്നത്? അപ്പം ചിലർ പറയും, ആ ദോഷം അറിഞ്ഞാലേ ഞാനത് ചെയ്യാതിരിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ദോഷം വരണോ വരണേ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇൻസിഡൻസ് നടക്കുന്നതും നിങ്ങളുടെ ലൈഫിനെ സ്വാധീനിക്കപ്പെടുന്നത്, പല കാര്യങ്ങളും സ്വാധീനിക്കുന്നതും ഒക്കെ പല കാര്യം, ഒറ്റ കാര്യം, വാസ്തു എന്ന ഒറ്റ കാര്യം മാത്രം കൊണ്ടല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്തില്ലെങ്കിൽ ഇന്ന ദോഷം വരുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വരണമെന്ന് ഉറപ്പൊന്നുമില്ല. കാര്യം അത് വരാനുള്ള പോസിബിലിറ്റി കുറേ പേരിൽ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അത് നമ്മൾ പറയുന്നത്. നമ്മൾ പല സ്ഥലത്തും കണ്ടത് കൊണ്ടും അത് ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അത്തരത്തിലൊരു പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിസൾട്ടിന്റെ സാധ്യതയുണ്ട്. അതാണ് വാസ്തു പലപ്പോഴും പറഞ്ഞു വെക്കുന്ന തിയറി. അപ്പൊ ആ തിയറിയെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ. അപ്പൊ ഇതിനകത്ത് പിശാച് വീതിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ആർക്കിടെക്ചറലി പറഞ്ഞാൽ പിശാച് വീതി എന്തിനാണ് ആർക്കിടെക്ചറലി വാസ്തു അവിടെ കൊണ്ടുവന്നെന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കുക. ബുദ്ധിപരമായിട്ടുള്ള ഇടപെടലുകളാണ് ഇതെല്ലാം. പണ്ട് നമ്മുടെ ആചാര്യന്മാർ ചെയ്തിട്ടുള്ള വളരെ ബുദ്ധിപരമായിട്ടുള്ള ഇടപെടലാണ്. കാര്യം ഈ സൂര്യപ്രകാശം കൃത്യമായി വീടിന്റെ ചുറ്റും വരണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ ഗ്യാപ്പ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വീട്ടിന് ചുറ്റുമുള്ള ആ കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് 2 അടി സ്ഥലം അല്ലെങ്കിൽ 1 മീറ്റർ സ്ഥലം. ഇപ്പൊ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നിയമം പറയുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ ഇത്ര വിട്ടിട്ട് ഫ്രണ്ട് യാർഡ്, ബാക്ക് യാർഡ്, റിയർ യാർഡ്, ഫ്രണ്ട് യാർഡ്, സൈഡ് യാർഡ്, റിയർ യാർഡ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആൾറെഡി നമുക്കൊരു ക്ലിയറൻസ് അവിടെ ഉണ്ട്. അപ്പൊ അവിടെ അത് പല ഫാക്ടേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ക്ലിയറൻസ് വിടുന്നത്. എന്തുകൊണ്ട് മതിലിനോട് ചേർത്ത് കൺസ്ട്രക്ഷൻ ചെയ്തുകൂടാ? എനിക്ക് കിട്ടുന്ന സ്ഥലത്ത് മൊത്തം ഞാൻ നിർമ്മാണം നടത്തിയാൽ എന്താണ് കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സൺഷെയ്ഡ് പുറത്തോട്ട് തള്ളിവിടാതിരുന്നാൽ പോരെ, വെള്ളം അപ്പുറത്തെ വീട്ടിലേക്ക് വീഴാതിരുന്നാൽ പോരെ, ഇപ്പുറത്ത് പൈപ്പ് ഇട്ട് എടുത്താൽ പോരെ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഇവിടെ ഉണ്ട്. ഞാനത് ഈ 25-26 വർഷമായി കൺസ്ട്രക്ഷനിൽ നിൽക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഇത്തരം പ്രാക്ടിക്കൽ കേസുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഔട്ട്സൈഡ് ബൗണ്ടറിയിൽ കൊണ്ടുപോയി കൺസ്ട്രക്ഷൻ എൻക്രോച്ച് ചെയ്യുന്ന ഒരു ശീലം ഒരു മെജോറിറ്റി ഓഫ് കുറച്ച് ആൾക്കാർക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ സത്യം അംഗീകരിക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള സ്ഥലത്തിന് മാക്സിമം പ്രയോജനപ്പെടുത്താനാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രശ്നം. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ പിശാച് രീതിയിൽ ചെയ്യുമ്പോൾ, അതായത് ഇത്തരം എലിമെന്റ്സ്, പ്രത്യേകിച്ച് ബാത്റൂം, അടുപ്പ് വയ്ക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കിച്ചൺ വയ്ക്കുക, ഇതൊക്കെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഈ അടുപ്പ് വയ്ക്കുക എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കുന്നു. ഇപ്പൊ എനിക്കൊരു കോൾ വന്നതിലാണ് ഇത് ഇങ്ങനെ ഒരു കോൾ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോൾ വന്നു. പെട്ടെന്ന് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ അടുപ്പ് മതിലിനോട് ചേർത്തൊരെണ്ണം വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു നല്ലതല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ വച്ചു പോയി, ഇനി എന്ത് ചെയ്യുന്ന, അവിടെ കത്തിക്കാതിരിക്കുക. നമ്മളൊരു കാര്യം വെക്കുന്ന ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണല്ലോ. ആ ഫംഗ്ഷൻ നമുക്ക് നടപ്പാക്കാതിരുന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആ എഫക്റ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് അതവിടെ വച്ചുപോയത് അവിടെ ഇരിക്കട്ടെ, ഇനി പൊളിച്ചു കളയണ്ട, പക്ഷെ ഉപയോഗിക്കരുത് എന്ന് പറയും. അപ്പൊ നമ്മൾ പറയും ചില ഈ ബാത്റൂം റോങ് സ്ഥാനത്താണെങ്കിൽ ഞാൻ ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്, ആ ബാത്റൂം ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഇടിച്ച് പൊളിച്ച് പെട്ടെന്ന് കളയാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് അതിനകത്ത് സൊല്യൂഷനുള്ളൂ. കാര്യം ഇപ്പൊ വടക്ക് കിഴക്ക് ഒരു ബാത്റൂം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വാസ്തു നോക്കാൻ പോകുന്ന പല സ്ഥലങ്ങളിലും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ പറയുന്നത് സ്റ്റോപ്പ് യൂസിങ് ദിസ്. നമ്മളത് ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ എന്ത് ആവശ്യത്തിനാണോ ബാത്റൂം കെട്ടിയത്, ആ ബാത്റൂമിന് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ആവശ്യം അവിടെ ഇല്ല, പകരം വേറൊരു ബാത്റൂമിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ ആ ഒരു ദോഷത്തിന്റെ ഇന്റൻസിറ്റി മാക്സിമം അവിടെ കുറയാണ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇത്തരം സിറ്റുവേഷനിൽ നിങ്ങൾ പിശാച് രീതിയിൽ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നാളെ തന്നെ അത് പൊളിച്ച് കളയാൻ ഞാൻ പറയുന്നില്ല. ഇനി നിങ്ങൾക്ക് ഔട്ട്സൈഡിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കോമ്പൗണ്ട് വാളിൽ നിന്ന് ഒരടിയെങ്കിലും വിട്ട് നിങ്ങളത് കെട്ടാനുള്ള സംവിധാനം ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടെമ്പററി സ്ട്രക്ചർ. കോമ്പൗണ്ട് വാളിന് ഒരടി വിട്ടൊന്നും ലീഗലായിട്ട് നിങ്ങൾക്ക് സ്ട്രക്ചർ ചെയ്യാൻ പറ്റില്ല, നിയമപരമായിട്ട് നിങ്ങൾ അതിന് അനുവദിക്കുന്നില്ല. പക്ഷെ
ഇപ്പോൾ ടെമ്പററി ആയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു അടി എന്നുള്ള റൂള് നിങ്ങൾക്ക് എടുക്കാം. അപ്പം അതൊരു പ്രാക്ടിക്കൽ സംഭവമാണ് കേട്ടോ. കഴിയുന്നതും പിശാച് ഭീതിയെ ഒഴിവാക്കി തന്നെ കൺസ്ട്രക്ഷൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ തിയറി എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഓരോ വീതി, ശരിക്കും ബ്രഹ്മവീതി മുതൽ തുടങ്ങി പിശാച് വീതി വരെ അവസാനിക്കുന്ന രീതിയിൽ ഒരുപാട് വീതികൾ നമുക്ക് ഈ ഗ്രിഡ് ലൈൻ എന്ന് പറയും. അപ്പോൾ ഒരു പ്ലാൻ നോക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഗ്രിഡ് ലൈനിൽ ഇതിന്റെ പുറത്ത് വെച്ചിട്ട് ഈ ഗ്രിഡ് ലൈൻ എങ്ങനെയാണ് ഈ ഓരോ എലിമെന്റും പൊസിഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നതിനെ ആശ്രയിച്ചും കൂടിയാണ് നമ്മൾ പ്ലാനിൽ ഇവാലുവേഷൻ നടത്തുന്നത്. ഇവർ പ്ലാൻ എനിക്ക് അയച്ചു തന്നിട്ട് ഒരാൾ എൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് എത്രയും പെട്ടെന്നൊന്നും അറിയോ സാർ, നാളെ തന്നെ തരുമോ, നാളെ തന്നെ നോക്കി പറയൂ. അപ്പോൾ ചിലപ്പോൾ ഞാൻ സമയം എടുത്ത് റിപ്പോർട്ട്, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒരാഴ്ചയിൽ കൂടുതലൊക്കെ നമ്മൾ സമയം എടുക്കുന്ന ഒരവസ്ഥ വരാറുണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായി അനാലിസ് ചെയ്ത് തൃപ്തിയായി കഴിഞ്ഞാൽ മാത്രമേ അതിനകത്തൊരു കൺക്ലൂഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് അതിനകത്ത് കാര്യം. അല്ലാതെ അത് ഡിലേ ആകുന്നത് എനിക്ക് ഒരുപാട് കേസ് ഉള്ളത് കൊണ്ട് ഞാൻ പെൻഡിങ് വെക്കുന്നത് അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കാര്യം എന്ന് വെച്ചാൽ അതിന് ഓരോന്നിനും അർഹിക്കുന്ന രീതിയിലുള്ള ടൈം നമ്മൾ കൊടുത്താൽ മാത്രമേ അത് നമുക്ക് ഇവോൾവ്. കാര്യം അത് അനാലിസിസ് ആണ്. അനാലിസിസ് എന്ന് പറയുമ്പോൾ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം. അത്തരത്തിൽ നമ്മൾ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളൊരു കാര്യത്തിനെ കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ വാസ്തു വിശകലനം എന്ന് പറയുന്നത് ഒരു ആംഗിളിൽ ഓരോന്നും ഓരോ പൊസിഷൻ എവിടെ, ഓരോ കാര്യങ്ങൾ എവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ വീടിന്റെ ദർശനം എവിടെ ഇരിക്കുന്നു, വാതിൽ എവിടെ ഇരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു 10 പോയിന്റ് നോക്കി തരുന്നതല്ല വാസ്തു വിശകലനം. അവിടെ വീതികൾ, നമ്മൾ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യും. ഗ്രിഡ് ലൈൻ വെച്ചിട്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. അതുപോലെ തന്നെ സെക്ടോറിയൽ ആയിട്ടുള്ള അനാലിസിസ് നടത്തും. ഓബ്ജക്ട്സ് കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യും. ഇതെല്ലാം ചെയ്ത് കൃത്യമായിട്ടാണ് നമ്മളൊരു കൺക്ലൂഷനിലെത്തുന്നത്. അപ്പോൾ 100% പെർഫെക്റ്റ് ആയിട്ടൊരു വാസ്തു പ്ലാൻ പോസിബിൾ അല്ല എന്ന് നമ്മൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ സിറ്റിക്കകത്ത് നമുക്കൊരു വലിയൊരു ഏക്കർ സ്ഥലം ഉണ്ട്, അല്ലെങ്കിൽ അത്ര വേണ്ട, ഒരു മിനിമം ഒരു 10 സെന്റിന് മുകളിലോട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശദമായിട്ട് കുറേയൊക്കെ പെർഫെക്ഷൻ കൊണ്ടുവരാനായിട്ട് പറ്റും. ബാക്കി കണ്ടീഷൻസും കൂടെ ഫേവറബിൾ ആണ്. ലാൻഡിന്റെ കിടപ്പും കാര്യങ്ങളും സ്ലോപ്പും കാര്യങ്ങളും ഒക്കെ കൃത്യമാണെങ്കിൽ നമുക്ക് അങ്ങനെ ആ രീതിയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ചെറിയ 3 സെന്റ് സ്ഥലം അല്ലെങ്കിൽ 2.5 സെന്റിനകത്ത് നമുക്ക് 100% വാസ്തു ഒന്നും പോസിബിൾ അല്ല. അപ്പം അതുകൊണ്ട് അത്തരം സിറ്റുവേഷനിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ നമ്മൾ അതിനെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റുകളിലേക്ക് കാണേണ്ടി വരുന്നൊരു ആവശ്യമുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തു എന്ന് പറയുന്നത് ചില കൊച്ചു കൊച്ചു ഫോർമുലകളിൽ നിൽക്കുന്ന ഒരു സംഭവമല്ല. വിശാലമായിട്ടുള്ള ഒരു സാഗരം പോലുള്ളൊരു ജ്ഞാനത്തിൻ്റെ ഒരു കടലാണ്. അപ്പം അതിൽ നിന്ന് നമുക്കെടുക്കാൻ പറ്റിയ കാര്യങ്ങളെ വെച്ചിട്ടാണ് നമ്മളത് അനലൈസ് ചെയ്യുന്നത്. പിന്നെയും അവിടെ അത് സമ്പൂർണ്ണമാണെന്ന് പറയാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ അവിടെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പറയും, എപ്പോഴും എല്ലാത്തിനും മുകളിൽ നിങ്ങളുടെ വിശ്വാസവും പ്രാർത്ഥനയും കൂടെ ഉണ്ടെങ്കിലേ എല്ലാ കാര്യങ്ങളും ഗംഭീരമായിട്ട് വരുള്ളൂ. അപ്പം അതിന് നമ്മൾ ആ രീതിയിൽ നമ്മുടെ ലൈഫിനെ ആ രീതിയിൽ സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാലാണ് വാസ്തു. പിന്നെ ചില ആളുകളുണ്ട്, എനിക്കൊന്നും നോക്കേണ്ട കാര്യമില്ല, എനിക്ക് വാസ്തു നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് എനിക്ക് ഇതുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് ഇതിനെ അടിച്ചേൽപ്പിക്കാനൊന്നും ഞാൻ നിൽക്കില്ല. ഞാൻ ഒരിക്കലും ഈ ഒരു ശാസ്ത്രത്തിൻ്റെ വാസ്തുവിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ആരും വാസ്തു നിർബന്ധിച്ചടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. പോകുന്നിടത്തെല്ലാം വാസ്തു നോക്കിയിട്ട് ഓരോരോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഓരോരുത്തരുടെയും മനസ്സ് വിഷമിപ്പിക്കുന്ന സ്വഭാവവും എനിക്കില്ല. ഞാൻ എന്നോട് ചോദിക്കുന്ന ആളുകളോട് കൃത്യമായിട്ട് അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ ചോദ്യങ്ങൾ പല രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ അടുത്തൊരു വീഡിയോ ഇട്ടത് സെപ്റ്റിക് ടാങ്ക് മറികടന്ന് ചവിട്ടി വീട്ടിലോട്ട് കയറാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് ചിലരുടെ അനുഭവത്തിൽ നിന്ന്, ചിലർ അപ്പം പ്രാക്ടിക്കലി വരുന്ന ചില സിറ്റുവേഷൻസിൽ നിന്നാണ് അവർ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം ഞാൻ അത്തരത്തിലൊരു വീഡിയോ ചെയ്യുമ്പോൾ അതേ പ്രശ്നം വേറെ എവിടെയെങ്കിലും ഉള്ളൊരു ആളിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടെ പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അത്തരം ക്വസ്റ്റ്യൻസിന് ഞാൻ വീഡിയോ ആക്കുന്നത്. അപ്പം ഞാൻ എല്ലാവരോടും പറയും, നല്ല ചോദ്യങ്ങൾ ചോദിക്കുക. നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് അതുപോലുള്ള ആ ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. കാര്യം ഞാൻ ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്ത് വീഡിയോസ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം ആളുകളിലേക്ക് പ്രയോജനം എത്തണം, അത്രത്തോളം എനിക്ക് ആ രീതിയിൽ ഞാൻ ഈ ചെയ്യുന്ന എഫേർട്ടിന് ഗുണം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ഈ ഇത്തരത്തിൽ ഞാൻ ഒരു മിഷൻ പോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത് റിപ്പറ്റീഷനായിട്ടും വരാറുണ്ട്. കാര്യം റിപ്പറ്റീഷനായിട്ട് വന്ന ആൾക്കാർ എനിക്ക് ഒരുപാട് പേരെ അറിയാം. എൻ്റെ വീഡിയോസിനെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുകയും
ഡയറിയിൽ എഴുതി വെച്ച് അതിനെ പഠിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ കോളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് കൊടുക്കുന്ന ഒരു നോളേജ് ട്രാൻസ്ഫർ. ഇതിനകത്ത് ഞാനിപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഇപ്പം മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ക്ലാസ് തുടങ്ങാനുള്ളൊരു പരിപാടിയുണ്ട്. അപ്പം അത് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും അത്തരം വീഡിയോസ് വരുന്നത്. അത് മെമ്പേഴ്സ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള പ്രയോജനം കിട്ടും. കാര്യം ഈ യൂട്യൂബിൻ്റെ പുതിയ പുതിയ ക്രൈറ്റീരിയാസ് വെച്ചിട്ട് അപ്പോൾ അങ്ങനത്തെ വല്ല ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ മെമ്പേഴ്സ് ഉള്ള വീഡിയോ കൂടി ഇനി ഈ ചാനലിൽ വരും. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മെമ്പേഴ്സ് ആവാത്തവർക്ക് മെമ്പർ ആവുന്നത് നല്ലൊരു കാര്യം. ഞാൻ ആരും നിർബന്ധിക്കുന്നതല്ല, സബ്സ്ക്രൈബ് ചെയ്തിരുന്നാൽ മതി, പ്രശ്നമില്ല. പക്ഷേ അങ്ങനെയൊക്കെ പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് ഈ ചാനലിൽ മെമ്പറും ആവാം. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ആ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. കാര്യം നമ്മളായിട്ട് കൊണ്ടുവന്ന ഓപ്ഷനല്ല, ഈ മെമ്പർഷിപ്പ് ഓപ്ഷനൊക്കെ യൂട്യൂബ് കൊണ്ടുവന്ന ഓപ്ഷനാണ്. അതിൽ കുറച്ചുകൂടെ നമുക്ക് കണ്ടന്റുകൾ വേറെ ഒരു വളരെ എന്താ പറയുക, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ആവശ്യമുള്ളൊരു ക്രൗഡിലേക്ക് കാര്യം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ക്ലാസ് പോലെ ഒരു ലെവലായിട്ട് ചെയ്യാനുള്ളൊരു പരിപാടിയുണ്ട്. കുറച്ച് കൂടുതൽ ആളുകളിലേക്ക് ക്ലാസ്സുകൾ എത്തുക എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ നമ്മുടെ വീഡിയോകളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളോടും നന്ദി പറഞ്ഞതുകൊണ്ട് തന്നെ പറയട്ടെ, വിളിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ദേവി ഇത് സമയത്തിനെ മാനിക്കുക. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ഒറ്റ കോള് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ട് വരും. കാര്യം നിങ്ങളുടെ കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ അങ്ങനെ ആ കോള് വയ്ക്കേണ്ടി വരും ഇടയ്ക്ക് വെച്ച്. അപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നാം. അതുകൊണ്ട് കൃത്യമായി ടു ദ പോയിന്റ് 1-2 ചോദ്യങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങൾ വിളിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ അടുത്ത നമ്മുടെ സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പോകേണ്ടി വരും. അല്ലാതെ നമ്മുടെ ആ ഒരു ഫോൺ കോളിൽ ഒതുക്കി എല്ലാം ചെയ്യാം എന്ന് വിചാരിക്കരുത്. കാര്യം ഫോൺ കോൾ എനിക്ക് ചില ആളുകൾ കഴിഞ്ഞ 5 വർഷമായിട്ട് എന്നെ റിപ്പീറ്റ് ചെയ്ത് പലപ്പോഴായിട്ട് വിളിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ എപ്പോഴും അവരോടൊക്കെ പറയും, നിങ്ങൾക്ക് കൂടുതൽ അനാലിസിസ് വേണമെങ്കിൽ ഒരു കൺസൾട്ടിങ് എടുക്കുക എന്നൊക്കെ പറയും. പക്ഷെ പിന്നെ ഈ ഐഡന്റിറ്റി ഞാൻ എൻ്റെ കയ്യിൽ സേവ്ഡ് അല്ല എന്ന് വിചാരിച്ച് വീണ്ടും എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ പണ്ട് വിളിച്ച ഒരാളല്ലേ? അപ്പോൾ ചോദിക്കും, സാറിന് അത് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് പറയുന്ന കാര്യങ്ങളോട് കൃത്യമായ ഓർമ്മയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇത്രയും കേസുകൾ ഡീൽ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോവാം. മനുഷ്യസഹജമായിട്ടുള്ള മറവിയൊക്കെ വരും നമുക്ക്. പക്ഷെ ചില പർട്ടിക്കുലർ കേസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഓർമ്മ വരും. അത് ഇന്ന സ്ഥലത്താണ്, അത് ഞാൻ ഇതിനോട് കാണിക്കുന്ന എൻ്റെ ഡെഡിക്കേഷനും എൻ്റെ സിൻസിയറിറ്റിയും കൊണ്ടുള്ള കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാനിത് വളരെ ഡിവൈനായിട്ട് എൻ്റെ വളരെ ഉപാസനയോടുകൂടി വളരെ സെൻസിറ്റീവായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനൊരു നിസ്സാരവൽക്കരിച്ചിട്ട് ചില ആളുകൾ എന്നെ വിളിച്ചിട്ട് വിളക്ക് വയ്ക്കേണ്ടത് അവിടെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ ചോദ്യങ്ങൾ ജനറൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് കൃത്യമായി വിളക്ക് വയ്ക്കേണ്ടത് സ്ഥാനം എങ്ങനെ കണ്ടെത്തുന്നത്? അതിന് നിങ്ങളുടെ വീടിൻ്റെ പ്ലാൻ എനിക്ക് കാണുകയും അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കുകയും ചെയ്താൽ മാത്രമേ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഫോണിൽ കൂടെ പറയുമ്പോൾ നിങ്ങൾ ഇന്ന മൂലയെ കൊണ്ട് വയ്ക്കുക, നിങ്ങൾ ഇന്ന സ്ഥലത്ത് കൊണ്ട് വയ്ക്കുക എന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫോൺ കൺസൾട്ടൻസിക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം കഴിയുന്നതും അത്തരക്കാർക്കാണ് ഈ ഓൺലൈൻ കൺസൾട്ടിംഗ് എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നത്. ഓൺലൈൻ കൺസൾട്ടിംഗ് എന്ന് പറയുന്നത് വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ. കാര്യം നമുക്ക് ഈ സൂം പോലുള്ള സംവിധാനം എന്ന് പറയുന്നത് വളരെ ഒരു ബ്ലെസ്സിങ് ആണ്. ഈ കോവിഡ് സമയത്താണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പോപ്പുലർ ആയെങ്കിലും ഇപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് ആളുകളെ ലോകത്ത് എവിടെ ഇരിക്കുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഈ സൂം കൺസൾട്ടിങ് കൂടെയാണ്. സൂം കൺസൾട്ടിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ലൈവായിട്ട് നിങ്ങളെ നേരിട്ട് കണ്ടു തന്നെയാണ്, നിങ്ങളുടെ ആ വസ്തു കണ്ടു തന്നെ. പക്ഷെ കുറച്ച് നിങ്ങൾ സഹകരിക്കേണ്ടി വരും. നിങ്ങൾ വീഡിയോ ഞാൻ പറയുന്ന അടുത്തൂടെ കൊണ്ടുപോയാൽ മാത്രമേ കൃത്യമായിട്ട് എനിക്ക് അസസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ കൃത്യതയോടെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷനാണ് ഏറ്റവും പ്രായോഗികം. ഇപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഞാൻ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് നിങ്ങളിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ വസ്തുവുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീടുള്ള സ്ഥലത്ത് ഞാൻ എത്തുന്ന ടൈമിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഓൺലൈൻ കൺസൾട്ടിങ് കുറെ കൂടെ പ്രാക്ടിക്കലാണ്. ഓൺലൈൻ കൺസൾട്ടിങ് ആണ് ഞാൻ ഇപ്പോൾ കൂടുതൽ ദൂരെയുള്ള ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായോഗികത കൂടുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഓൺലൈൻ കൺസൾട്ടിങ് നിങ്ങൾ അവൈൽ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാം കൂടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഒരു ഓൺലൈൻ കൺസൾട്ടിങ് ബുക്ക് ചെയ്ത് നിങ്ങൾ ഓൺലൈൻ കൺസൾട്ടിങ് ഇരിക്കുക. നമുക്ക് വിശദമായിട്ട് നിങ്ങൾ നേരിട്ട് കണ്ട് നമ്മൾ നേരിട്ട് സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിക്കും. എനിക്ക് ഒരുപാട് പേർക്ക് അങ്ങനെ സർവീസ് കൊടുക്കാൻ പറ്റും. ഇപ്പോഴും USA നിന്നും UK നിന്നും പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ആൾക്കാർ, മലയാളികൾ തന്നെയാണ് പലരും, അവർ അവിടെ നിന്ന് വിളിച്ചിട്ട് ഈ സർവീസ് കൊടുത്തിട്ട് കുറേ കാലത്തിന് ശേഷം എന്നെ വിളിക്കും. ഇവിടെ വരുമ്പോഴത്തേക്കും എന്നെ ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാര്യം അവരുടെ പ്രശ്നം മാറുന്നത് കൊണ്ട് തന്നെയാണ് അത് ആ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു കാര്യം കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കറക്ഷൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ വേണം. ഒന്ന്, നിങ്ങൾക്ക് ആ കാര്യത്തിൽ വിശ്വാസം ഉണ്ടാവണം. ഞാൻ ഈ പറയുന്നത് ശരിയാവും എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ കറക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് ശാസ്ത്രമാണ്.
അതൊന്ന് വിശ്വാസം എന്ന് പറയുന്ന ഒന്നാമത്തെ ഘടകം. വാസ്തുവിൽ വിശ്വാസം ഉണ്ടാവണം, അതാണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഒരുപാട് സംശയത്തോടുകൂടി നിങ്ങൾ എന്നെയോ അല്ലെങ്കിൽ ഏതൊരു വാസ്തു കൺസൾട്ടന്റിനെയോ സമീപിച്ചാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. കാരണം ഈ ഒരുപാട് സംശയങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു സഹജമായ ഒരു രീതിയാണ്. ഈ സംശയങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന നല്ല കാര്യങ്ങളെ മറയ്ക്കും. അത് ഞാൻ ഒരുപാട് പേരോട് പറയാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളുടെ ഒപ്പീനിയൻ എടുത്തിട്ട് വേറൊരാളുടെ ഒപ്പീനിയൻ എടുക്കരുത് എന്നുള്ളതല്ല. അവിടെ സംശയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള വികാരത്തെയാണ് നിങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. അതാണ് ആദ്യം മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അതിനിപ്പം നമ്മുടെ മനസ്സ് ഗൈഡ് ചെയ്ത് ഒരാളിലേക്ക് എത്തണം അല്ലെങ്കിൽ ഒരാളോട് വാസ്തു ചോദിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ആളോട് നിങ്ങൾ ചോദിക്കുക, ആ ആളിനെ ഫോളോ ചെയ്യുക. അവിടെ ആ ആളാണോ മറ്റേ ആളാണോ നല്ലത്, ഈ ആളാണോ അതിനപ്പുറത്തേക്ക് നല്ലതെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത്തരം ആൾക്കാർക്ക് റിസൾട്ടുകൾ ഇത്തരം ഒക്കൾട്ട് സയൻസുകളിൽ കുറവായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ, ഞാൻ ഇടയ്ക്ക് ഒരാളുടെ സ്ഥലത്ത് വാസ്തു നോക്കാൻ പോയപ്പോൾ ഒരു ഫയൽ കൊണ്ടുവന്നു. 14 പേര് നോക്കി കൊടുത്ത റിപ്പോർട്ടിന്റെ ഫയൽ കൊണ്ടുവന്നു. ഈ 14 പേരുടെ റിപ്പോർട്ടിൽ ഒരാൾ പറയുന്നത് പോലും പുള്ളി നടപ്പാക്കിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ രസം. അപ്പം ഞാൻ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും കൺസൾട്ടൻസിനെ കൊണ്ടുവരുന്നത്? അപ്പം ഇതൊരു രസം. ഇങ്ങനെ കുറെ അത് തന്നെ ഒരു തെറ്റായ തങ്ങളെ വീടിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. ഇങ്ങനെ ഒരുപാട് പേരെ കയറ്റി ഇറക്കി നോക്കുന്നത് എന്ന് പറയുന്നത് ദ്രോഹമാണെന്ന് ഞാൻ പറയും. കാര്യം ഞാനത് എന്നെ തന്നെ വിളിക്കുന്നു അല്ലെങ്കിൽ എന്നെ തന്നെ നോക്കാൻ വിളിക്കുന്നു, അത് ആ അർത്ഥത്തിൽ പറയുന്നതല്ല. അതൊരു നല്ല കാര്യമല്ല. ഒരിക്കലും നമ്മൾ വീടിനെ ഇങ്ങനെ ഒരു സംശയം, ഇപ്പം എൻ്റെ വീടാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ആളുകളെ ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരിക്കലും സ്വന്തം വീടിനെ പ്രാഗിക്കൊണ്ട് വീട്ടിനകത്ത് താമസിക്കാൻ പാടില്ല. അതൊരു ഏറ്റവും വലിയ വാസ്തുവിരുദ്ധത എന്ന് പറയുന്നത് അതാണ്. സ്വന്തം വീടിനെ ആദ്യം മാനിക്കുക. ദൈവം നിങ്ങൾക്ക് തന്ന ആ സ്പേസിനെ നിങ്ങൾ 100% മാനിക്കുകയും ഭക്തിയോടുകൂടിയും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടിയും കണ്ടിട്ട് വേണം നിങ്ങൾ വാസ്തു നോക്കാനൊക്കെ ഇറങ്ങാൻ. അല്ലാതെ നിങ്ങളിങ്ങനെ എല്ലാം 10-100 വാസ്തു കൺസൾട്ടൻസിന്റെ പിറകെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാനും വാസ്തു കൺസൾട്ടന്റ് തന്നെയാണ്. ഞാൻ പറയുന്ന ഇത് തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗൈഡൻസ്, ഇന്നർ ഗൈഡൻസ് എന്ന് പറയില്ലേ, നമ്മൾ ആ ഒരു തോന്നിക്കഴിഞ്ഞാൽ ഇന്ന ആളുടെ അടുത്ത് പോയാൽ അത് ശരിയാവും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുക. ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് കാര്യമുണ്ട്. ഏതെങ്കിലും അറിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന ഒരു ഡോക്ടറിന്റെ അടുത്തല്ലേ നമ്മൾ പോകുന്നത്. എല്ലാവരും 10 ഡോക്ടർമാരെ കൊണ്ട് നിങ്ങൾ ചികിത്സിപ്പിക്കും ഒരു പ്രശ്നം. അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പോൾ അവിടെയാണ് ഒപ്പീനിയൻസ് എടുക്കുന്ന, സെക്കൻഡ് ഒപ്പീനിയൻ, തേർഡ് ഒപ്പീനിയൻ, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഓരോ മനുഷ്യന്റെയും ക്വാളിറ്റി പോലെ ഇരിക്കും. അതെന്ത് വേണമോ വേണ്ടേന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ വാസ്തുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു സംശയം എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ആ സംശയം എന്തുകൊണ്ടുണ്ടാവുന്നു? നമുക്കിപ്പോൾ എൻ്റെ വീട്ടിൽ വാസ്തു പ്രശ്നം എന്ന് എനിക്ക് സംശയം തോന്നുന്നത് എപ്പോഴാണ്? അതാണ് കാര്യം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കാര്യം നടക്കാതെ ആവുക, അല്ലെങ്കിൽ കുറേ നാളായി നിങ്ങൾ ശ്രമിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പൈസ, മെയിനായിട്ടുള്ള കാര്യം പൈസയാണ് എല്ലാവരുടെയും വിഷയം. എല്ലാവരും പറയുന്ന ഒരു കോമൺ ചോദ്യമാണ്, എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, വരവ് ഒരുപാട് ഉണ്ട് പക്ഷെ പൈസ നിൽക്കുന്നില്ല. ഈ ചോദ്യത്തിന് എൻ്റെ ഉത്തരവുണ്ട്. വരവ് ഒരുപാടുണ്ട് പക്ഷെ പൈസ നിൽക്കുന്നില്ല. എന്തുകൊണ്ടാണ്? പൈസ സംരക്ഷിക്കാനായിട്ടുള്ളതാണ്. അതിന് വാസ്തു എവിടെയൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിന് കൃത്യമായ ഡെഫിനിഷൻസ് ഉണ്ട്. പല വീഡിയോ വന്നിട്ടുണ്ട്. ഇനിയും പല അത്ഭുതകരമായ കാര്യങ്ങളും പറയുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും കിട്ടും. അപ്പം അത് കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. പറ്റുമെങ്കിൽ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുക. നിങ്ങൾക്ക് വേണ്ടി മെമ്പേഴ്സ് ഉള്ള കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ എക്സ്ക്ലൂസീവ് ആയിരിക്കും. ഇതിനകത്തോട്ട് വേണ്ട, ഇതിനെ കൃത്യമായിട്ട് ദൈവികമായിട്ടും പ്രാക്ടിക്കലായിട്ടും വാസ്തുവിനെ അംഗീകരിക്കുന്നവർക്ക് ഈ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ കോമൺ സബ്ജക്റ്റ് ഒന്നും അല്ല. ഞാൻ എൻ്റെ ചാനലിൽ രാഷ്ട്രീയമല്ല ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുത്തുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ നോക്കിക്കണ്ട ഒരു കാര്യത്തിന് എനിക്ക് ശരിയാണെന്ന് തോന്നിയ കാര്യങ്ങളെയാണ് ഞാൻ പറയുന്നത്. അപ്പം അത് ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ ഒരു സയന്റിഫിക് പ്രാക്ടീസ്, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സയൻസ് ആണല്ലോ. അപ്പോൾ സയൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ വാസ്തു പോലുള്ള ഒരു കാര്യത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് വെറുതെ വരില്ല എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ. കാര്യം നമ്മളത് അനുഭവത്തിൽ, പ്രായോഗിക തലത്തിൽ പല ആളുകളുടെയും ലൈഫിൽ കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങളോട് പറയുന്നത്.
സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, തള്ളിക്കളയുന്നവർക്ക് തള്ളിക്കളയുകയും ചെയ്യാം, വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. പക്ഷെ എല്ലാത്തിലും ഒരു മാന്യത. ചില വിമർശനങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. ചിലപ്പോൾ ചില താഴെ വന്ന് ടൈപ്പ് ചെയ്യുന്ന ചില കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ എന്നെപ്പറ്റി കാണുകയോ പരിചയമോ ഇല്ലാത്ത ആളുകൾ വളരെ മോശമായിട്ടൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ വിഷമം തോന്നി. ഇപ്പം ഞാനത് തള്ളിക്കളയാണ്. കാര്യം എന്ന് വെച്ചാൽ അവരെൻ്റെ ഓഡിയൻസ് അല്ല. അവർ എന്തിനാണ് ചില ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്നിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് അവരോടൊന്നും ഇപ്പൊ പരിഭവമൊന്നുമില്ല. ഇപ്പൊ ഒരാൾ വിമർശിക്കപ്പെടാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ വിമർശിക്കുന്നതിൽ പോലും പ്രായോഗികത അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, ഡീസൻസി കീപ്പ് ചെയ്യുക, അത് നിർബന്ധമാണ്. ഡീസൻസി കീപ്പ്. ഞാനും ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകളുടെ ഫോളോവറാണ്. പക്ഷെ ഞാനൊരു കമന്റ് ഇട്ടാലും അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞാലും കൃത്യമായി എൻ്റെ ഡീസൻസി കീപ്പ് ചെയ്ത് മാത്രമേ പറയാൻ ഞാൻ ശ്രമിക്കാറുള്ളൂ. ഞാൻ ഫോളോ ചെയ്യുന്ന ആളുകളും പലരും അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ്. വളരെ ഡീസൻ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ഒരുപാട് ആൾക്കാരും ആയിട്ട് എനിക്ക് നല്ല സൗഹൃദങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. നമ്മൾ അത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള കമന്റ്സ് ഇട്ടത് കൊണ്ട് നിങ്ങൾക്കൊന്നും നേടാനുമില്ല. അത് ഞാൻ ആ കമന്റിനെ അർഹിക്കുന്ന പുച്ഛത്തോടു കൂടി തള്ളിക്കളയുകയുള്ളൂ. കാര്യം എനിക്ക് അത്തരത്തിൽ മറുപടി പറയുന്ന സമയത്ത് പക്ഷെ എല്ലാ കമന്റ്സും ഞാൻ വായിക്കും. വേറൊന്നും കൊണ്ടല്ല, ചില കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സഹായം ചെയ്യുന്നത് ഇത്തരം കമന്റുകളാണെന്നാണ് ഞാൻ ഇപ്പം ആദ്യമേ പറഞ്ഞു തുടങ്ങിയത് അവിടെയാണ്. അതുകൊണ്ട് കാര്യങ്ങളെ കൃത്യമായിട്ട് അപഗ്രഥിക്കാൻ സമയം തന്നുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, നല്ല ചോദ്യങ്ങൾ ചോദിക്കുക. നമുക്ക് ഈ ഒരു ഇന്റലക്ച്വൽ സംവാദം നമുക്ക് വീണ്ടും തുടരാം. വാസ്തുവിലൂടെ തന്നെ ഇന്റലക്ച്വൽ സംവാദം നടത്താനുള്ള എല്ലാ തരത്തിലുള്ള കഴിവുകളും എനിക്കുണ്ടെന്ന് എനിക്ക് കുറച്ച് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കാൻ മറ്റു നല്ല വീഡിയോ നിങ്ങൾ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.